ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ടൊരു സ്റ്റഡാണ് ചെയ്തിരിക്കുന്നത്. റെയിൻ ഡ്രോപ്സ് ബീഡും ഗോൾഡൻ ബീഡും വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡാണ് ഇത്. നമ്മുടെ ഓണം സീരീസ് 9th വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ആദ്യം ഗ്രീൻ കളർ ഒരു ക്രിസ്റ്റലിൻ്റെ റെയിൻ ഡ്രോപ്സ് ബീഡും ചെറിയൊരു ഗോൾഡൻ ബീഡും പിന്നെ ഒരു ഡിസൈനർ ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോപ്പർ വയറാണ്. കോപ്പർ വയർ നമുക്ക് ആവശ്യ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്കിത് ചുറ്റി ചുറ്റി കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ലെങ്ത്തിലെടുക്കുക. ആദ്യം നമുക്ക് ചെറിയ ഗോൾഡൻ ബീഡും പിന്നെ ക്രിസ്റ്റൽ ബീഡുമാണ് കോർക്കുന്നത്. ക്രിസ്റ്റൽ ബീഡ് ഇതാ ഈ ഒരു രീതിയിൽ കോർക്കണം. അതിനുശേഷം തുമ്പ് കുറച്ചൊന്ന് നീക്കി നിർത്തുക. കമ്പിയുടെ ബാലൻസ് വരുന്ന കമ്പി നമ്മുടെ ഗോൾഡൻ ബീഡിനെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്റ്റൽ ബീഡിലൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് ഒന്ന് വലിച്ചെടുക്കണം. ഈ രീതിക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. തിരിച്ചു കോർക്കുമ്പോൾ ഗോൾഡൻ ബീഡ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ കോർക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് ബീഡ് ഉരിപ്പോവും. അപ്പോൾ തിരിച്ചു കോർക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി നമ്മുടെ ആ ലെങ്ത്ത് കൂടിയ ഭാഗത്തുകൂടെ തന്നെ നമ്മൾ വീണ്ടും കോർക്കുകയാണ്. ക്രിസ്റ്റൽ ബീഡിനെ നമ്മൾ ആദ്യം കോർത്തതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ കോർക്കുക. അതിനുശേഷം ഗോൾഡൻ ബീഡ് കോർക്കുക. നമ്മൾ ആദ്യം ഗോൾഡൻ ബീഡാണ് കോർത്തത്, ഇവിടെ രണ്ടാമതാണ് ഗോൾഡൻ ബീഡ് കോർക്കുന്നത്. കണ്ടോ, നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് കോർക്കുന്നത്. അതിനുശേഷം ദാ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വലിക്കുക. പിന്നെ നമ്മൾ ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ബീഡിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കമ്പി പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം കോർത്ത ബീഡിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ച് കോർക്കാവൂ കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ ലൂസ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. പിന്നെ എല്ലാം നമ്മൾ ഇപ്പോൾ രണ്ടാമത് ബീഡ് കോർത്ത രീതിയിൽ തന്നെ കോർത്ത് പോവുക. ക്രിസ്റ്റൽ ബീഡ്, ഗോൾഡൻ ബീഡ് ആ രീതിയിൽ കോർത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കമ്മലിന് ഞാൻ 5 ബീഡാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് കോർത്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 5 ബീഡും കോർത്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. ആദ്യമേ എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യണ്ടാലേ എന്ന് വിചാരിക്കേണ്ട. സബ് ചെയ്യാതെ കാണുന്ന ആരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അതുപോലെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ വന്ന് കാണുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നമുക്ക് വീഡിയോ സപ്പോർട്ട് കിട്ടുള്ളൂ. വാച്ചിങ് ടൈമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ 5 ബീഡും നമ്മളിവിടെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കിട്ടും കേട്ടോ. ബീഡിൻ്റെ കളറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നല്ല ഗ്ലേസിംഗ് ഉള്ള ബീഡാണ് കേട്ടോ. എന്ത് ചെയ്തിട്ട് കറക്റ്റ് കളറ് കിട്ടുന്നില്ല. ഇനി നമ്മൾ സെൻറ്ററിലായിട്ട് കോർക്കാൻ നമ്മൾ ആ വലിയ ബീഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ബീഡ് കോർത്ത് കൊടുക്കുക. അത് ഏത് കമ്പിയിലൂടെ കോർത്താലും കുഴപ്പമില്ല, കാരണം 2 കമ്പി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ കോർത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ആ ചെറിയ കമ്പി ഉണ്ടല്ലോ, അത് ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് കോർത്ത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്ത് ടൈറ്റാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെൻറ്ററിലായിട്ട് വരും. ആ ബീഡ് ഒന്നുകൂടി കറക്റ്റാക്കി വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് നമുക്ക് പ്ലെയർ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വലിക്കാം. അപ്പോൾ നന്നായിട്ട് ഇവിടെ ടൈറ്റ് ചെയ്തിരിക്കും. നമ്മുടെ പ്ലെയർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ ബാലൻസ് കമ്പി നമുക്ക് ഇതിൽ തന്നെ ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് അവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ കമ്പി ചുറ്റി കൊടുക്കാം. ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 വട്ടം ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി കോർത്തിട്ട് വീണ്ടും ഇതുപോലെ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വീണ്ടും ആദ്യത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുന്നു. നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ചതിന് ശേഷം വീണ്ടും ഒരു 3-4 പ്രാവശ്യം ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാലൻസ് വരുന്ന കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരുപാട് നീളമുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇല്ല, നമുക്കിത് ഫുള്ള് ഇവിടെ തന്നെ ഇതുപോലെ ചുറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചുറ്റി കൊടുക്കുക. ഫസ്റ്റ് ബീഡിൽ തന്നെ ചുറ്റി നമ്മൾ ക്ലോസ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇടയിൽ കൊണ്ടുവന്ന് നമ്മൾ അവസാനിപ്പിച്ചാൽ നമ്മുടെ കമ്പി നമുക്ക് കണ്ട ഇതുപോലെ ബാലൻസ് നിൽക്കും എങ്ങനെയായാലും. അപ്പോൾ അതിനൊന്ന് ഉള്ളിലേക്ക് തള്ളി വെക്കണമെന്നുണ്ടെങ്കിൽ അത് നടുക്കാവുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് നല്ലത് ആദ്യത്തെ ബീഡിൽ തന്നെ നമ്മളത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കമ്പി ചുറ്റി. ഇനി നമ്മുടെ ആ ബാലൻസ് ഉള്ള കമ്പി ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചുറ്റി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഞാൻ പ്ലെയർ വെച്ച് നന്നായിട്ടൊന്നും അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കമ്പിയൊന്നും തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതാ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ 2-3 വട്ടം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ബീഡ് കോർക്കുക, അതിന് ശേഷം അടുത്ത ബീഡ് കോർക്കുക,
ഇതാ അടിയിലേക്ക് ഒരു ചുറ്റ് ഫുള്ള് ചുറ്റി നമ്മൾ വന്നിട്ട് രണ്ടാമത്തെ ചുറ്റ് നമ്മൾ അടുത്ത ബീഡിൽ കൂടെ കൊടുക്കുക. ഒരു ബീഡിൻ്റെ ഒരു വട്ടം ചുറ്റുക, അതിനുശേഷം അടിയിൽ കൂടെ എടുത്തിട്ട് അടുത്ത ബീഡിലൂടെ കോർക്കുക, വീണ്ടും ആ ബീഡിനെ തന്നെ ചുറ്റുക, വീണ്ടും നമ്മൾ അടുത്ത ബീഡിലേക്ക് എടുക്കുക, വീണ്ടും ആ ബീഡിനെ തന്നെ ചുറ്റുക. ഇതാ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ബീഡ് ഒരു വട്ടം ചുറ്റി കഴിയുമ്പോൾ അടിയിലേക്ക് വരും. അപ്പോൾ നമ്മളത് അടുത്ത ബീഡിലൂടെ കോർക്കുക. അങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊരു 2-3 വട്ടം നമുക്കതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീഡിയോയിൽ ഇന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇവിടെ റോട്ടിൽ കാനയുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മെഷീനൊക്കെ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നതിൻ്റെയൊക്കെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ സൗണ്ടിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി പണി കഴിയുമ്പോൾ എന്തായാലും വൈകിട്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഇപ്പം തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടിയിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യില്ല. അപ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അപ്പോൾ എനിക്കിത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്കിഷ്ടമായിരുന്നു ക്രാഫ്റ്റ്, ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ, എംബ്രോയിഡറി ചെയ്യാനൊക്കെ. പക്ഷെ അന്നൊന്നും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. സ്കൂളിലൊന്നും പഠിപ്പിച്ച് തരുമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ +2 ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലോട്ടൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനും പറ്റിയില്ല. പിന്നെ എന്തെങ്കിലും ഈ വനിതയിലൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം എനിക്കിതൊക്കെ പഠിക്കാനൊരവസരം കിട്ടി. അപ്പോൾ ഞാൻ എല്ലാം കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു കേട്ടോ. ഫാഷൻ ഡിസൈനിങ്, ആരി വർക്ക്, ജ്വല്ലറി മേക്കിംഗ്, ഹെയർ ആക്സസറീസ്, ഇതൊക്കെ പഠിച്ചു. ഓൺലൈനായിട്ടായാലും ഇതൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ എന്താ പറയുക, കുറച്ച് കാലം കഴിഞ്ഞിട്ടായാലും അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്കതിനോട് കൂടുതലൊരു ഇഷ്ടമാവും. ആദ്യത്തെക്കാളും ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ അതിലൂടെ കാണിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ വർത്താനം പറഞ്ഞതാ ഫസ്റ്റത്തെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കമ്മലും ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് കുറച്ച് സ്പീഡിട്ട് കൊടുക്കുകയാണ്, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം ചെയ്ത രീതിയിൽ നമുക്ക് ആ 5 ബീഡും കോർത്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ ആ ഗോൾഡൻ ബീഡും കൂടി കോർത്തെടുക്കാം. ഞാനിവിടെ അത് സ്റ്റഡ് ബേസ് വെച്ച് സ്റ്റഡാക്കി എടുക്കുകയാണ്. ഹാങ്ങിങ്സ് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്തെടുക്കാം. നമ്മുടെ ഹാങ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഇയർ ഹുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതാ കംപ്ലീറ്റ് ആയി. പല കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളേജ് സ്റ്റുഡൻസിനും അതുപോലെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ കമ്മലാണ് കേട്ടോ. സിമ്പിളും ആണ്, നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ബീഡ്സ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ കമ്മലുകളൊക്കെ ചെയ്തെടുക്കാം. ഫൈനൽ ലുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ അതിൻ്റെ ഒരു ഭംഗി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് ഒട്ടിക്കാനായിട്ട് സ്റ്റഡ് ബേസ് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റഡ് ബേസാണ്. അതുപോലെ ഞാനൊരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഫെൽറ്റ് ഷീറ്റാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. രണ്ടും നല്ലതാണ് കേട്ടോ. അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഡയറക്റ്റ് ഒട്ടിക്കുമ്പോൾ അത് അത്രയും അങ്ങോട്ട് സ്റ്റിക്കായി നിൽക്കില്ല. അപ്പോൾ ഇതൊരു പീസ് ഫെൽറ്റ് ഷീറ്റോ ക്യാൻവാസ് ഷീറ്റോ എടുത്ത് ഒട്ടിച്ചാൽ നല്ല ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അത് ഇപ്പുറത്തേക്ക് കാണുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത കമ്മലും ഞാനതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിൽ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് അത് കാണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ മോഡൽസായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ആരും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.